ഹലോ ഓൾ, വെൽക്കം ടു സിമ്പിൾ PSC. നമ്മൾ നമ്മുടെ ചാനലിൽ പുതിയ CRT ടെക്സ്റ്റ് ബുക്കുകളുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ സയൻസ് കഴിഞ്ഞിട്ടുണ്ട്, സോഷ്യൽ സയൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സയൻസ് 7ാം ക്ലാസ്സിൽ സയൻസും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടും. പുതിയ CRT ഭാഗമാണ് സോഷ്യൽ സയൻസിലെ. നമുക്ക് നോക്കാം. ജനങ്ങളാൽ എന്ന് പറയുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ അതെന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങളാൽ എന്ന് പറയുന്ന ഹെഡിങ്ങാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. നമുക്ക് നോക്കാം ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് തന്നെ ഒരു പാർലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളൊക്കെ പറയുന്ന ചെറിയൊരു പാർലമെൻറ്റിൽ പ്രസിഡൻ്റൊക്കെ ഉണ്ട്. അങ്ങനെ പ്രസിഡൻറ്റ് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഇവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ പ്രസിഡൻറ്റിന് അതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യാമെന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ പറയാൻ പോകുന്നത്? ഒരു പ്രദേശത്തെ ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ ഉയർന്നു വന്ന പ്രധാന ചർച്ചകളും തീരുമാനങ്ങളാണ് ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചായത്ത് ഇടപെട്ടു, അതുപോലെ തന്നെ വാർഡ് സഭയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ, റോഡരികിലെ മാലിന്യ പ്രശ്നം, വൈദ്യുതിവൽക്കരണം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എല്ലാ ദിവസവും ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കും. അങ്ങനെ കുറച്ച് കൊളാശകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു പ്രദേശത്തെ ഗ്രാമസഭയിൽ വാർഡ് സഭ ഉയർന്ന പ്രധാന ചർച്ചകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നുണ്ട് അല്ലേ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത്, ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികളൊക്കെ വരുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലേ. അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് നേരിട്ടിട്ട് ഭരണകാര്യങ്ങളിൽ ഇടപെടാനായിട്ട് പറ്റുമല്ലേ, പങ്കാളിത്തം ഉറപ്പാക്കുന്നുണ്ട്. ഇപ്രകാരം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ജനാധിപത്യം എന്ന് പറയുന്നത്? എന്താണ് ജനാധിപത്യം? ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. എന്താണ്? ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. ഇനി എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്? അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ജനാധിപത്യം എന്താണ്, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അല്ലേ. ജനങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണം നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനാധിപത്യം എന്ന് പറയുന്നത്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയാണ് ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ. ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും. നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയൊക്കെ ഗ്രാമപ്രദേശങ്ങളിലാണ്. നഗരപ്രദേശങ്ങളിൽ വരുമ്പോൾ എന്താണ്? മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളാണ്. ഇവരെല്ലാം കൂടി ചേർന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ എന്നിവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇനി കുറച്ച് വേർഡ്സുകൾ നൽകിയിട്ടുണ്ട്. ഇത് നമുക്ക് ചോദിക്കാം ക്വസ്റ്റ്യനിൽ അല്ലേ. എബ്രഹാം ലിങ്കൺ എന്താണ് പറഞ്ഞത്? അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് ആരാണ്? എബ്രഹാം ലിങ്കൺ ആണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് ആരാണ്? എബ്രഹാം ലിങ്കൺ ആണ്. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരമുണ്ടായിരിക്കണം എന്നതാണെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരമായി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പറഞ്ഞു, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, പിന്നെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ എന്നിവയാണ് എന്ത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇനി എബ്രഹാം ലിങ്കൺ എന്താണ് പറഞ്ഞത്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞു. ഇനി മഹാത്മാഗാന്ധി എന്താ പറഞ്ഞത്? ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ജനാധിപത്യത്തിൻ്റെ വേരുകൾ തേടി ഇവിടെ പോവുകയാണ്. ഒരു ഭൂപടം നൽകിയിട്ടുണ്ട്. യൂറോപ്പും അതുപോലെ തന്നെ യുണൈറ്റഡ് കിങ്ഡം, വടക്കേ അയർലൻഡ്, ഗ്രീസ്, യൂറോപ്പ് എന്നിവയൊക്കെ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ്, എവിടെ നിന്നാണ് ഈ ജനാധിപത്യം എന്ന ആശയം ഉത്ഭവിച്ചതെന്നാണ് പറഞ്ഞു വരുന്നത്. പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. അപ്പോൾ പുരാതന ഗ്രീസിലെ എവിടെയാണ്? പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും
ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് തുടക്കം എന്ന് പറയുന്നത്. അവിടെ എല്ലാ ജനങ്ങളെയും ഒന്നും പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിലും ചെറിയൊരു ആശയം അവിടെ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. അപ്പം ജനാധിപത്യം എന്ന് പറയുന്നത് അവിടെ നിന്നാണ്, ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഈ തിരഞ്ഞെടുപ്പ്, പ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് എടുത്തത് എന്തൊക്കെയാണ്? ജനാധിപത്യം, തെരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നിവയായ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. ഓക്കെ, ഏതൊക്കെയാണ് ഇംഗ്ലണ്ടിൽ രൂപപ്പെട്ടിട്ടുള്ളത്? ജനാധിപത്യം, തെരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നിവയൊക്കെ ഈ സംവിധാനങ്ങളൊക്കെ രൂപം കൊണ്ടിട്ടുള്ളത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഇനി എങ്ങനെയാണ് ഡെമോക്രസി എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ജനാധിപത്യം എന്ന വാക്ക് ഉണ്ടായതെന്ന് പറയുന്നത്? പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറഡോട്ടസ് ആണ് ഡെമോക്രസി, ജനാധിപത്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഡെമോസ് എന്നാൽ ജനങ്ങളെന്നും ക്രാറ്റോസ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അധികാരം എന്നുമാണ് അർത്ഥം. അങ്ങനെ അധികാരം, ഭരണം, ജനങ്ങളുടെ അധികാരം, ഭരണം എന്ന വാക്ക് രൂപപ്പെട്ടത് എങ്ങനെയെന്നാണ് പറഞ്ഞത്? ഡെമോസും അതുപോലെ തന്നെ ക്രാറ്റോസും. ഡെമോസ് എന്ന് വെച്ചാൽ ജനങ്ങളെന്നും ക്രാറ്റോസ് എന്ന് വെച്ചാൽ അധികാരം എന്നുമാണ് അർത്ഥം. അതിൽ നിന്നാണ് ഡെമോക്രസി എന്ന പേര്, ആ വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ് ഗ്രാമസഭകൾ എന്ന് വെച്ചാൽ? എന്താണ് ഗ്രാമസഭകൾ? ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കുവാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഗ്രാമസഭ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കുവാനും അവസരം ലഭിക്കുന്ന ാണ് ഗ്രാമസഭകൾ. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട എല്ലാ ജനങ്ങളും ഇതിൽ അംഗമാണ് അല്ലേ. അതുപോലെ തന്നെ നഗരസഭയിലാണെങ്കിൽ അതിനെ എന്താ പറയുക? ഗ്രാമസഭയ്ക്ക് പകരം വാർഡ് സഭ എന്നായിരിക്കും പറയുന്നത്. ഒരു ഗ്രാമസഭ നൽകിയിട്ടുണ്ട്, കുറേ പേരുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി എന്താണ് പങ്കാളിത്ത ജനാധിപത്യവും പ്രത്യക്ഷ ജനാധിപത്യവും? ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് എന്ന് പറയുന്നത് പങ്കാളി ജനാധിപത്യം എന്ന് പറയുന്നത്. പങ്കാളിത്ത ജനാധിപത്യം എന്ന് വെച്ചാൽ എന്താണ്? ജനങ്ങൾ നേരിട്ടിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്നതിനെയാണ് പങ്കാളിത്ത ജനാധിപത്യം എന്ന് പറയുന്നത്. പ്രത്യക്ഷ ജനാധിപത്യം എന്ന് വെച്ചാൽ എന്താണ്? പ്രത്യക്ഷ ജനാധിപത്യം എന്ന് വെച്ചാൽ പങ്കാളിത്ത ജനാധിപത്യത്തിൻ്റെ വേറൊരു പേരാണ് പ്രത്യക്ഷ ജനാധിപത്യം. അപ്പോൾ എന്താണ്? പ്രത്യക്ഷം എന്ന് വെച്ചാലും പങ്കാളിത്തം എന്ന് വെച്ചാലൊക്കെ എന്താണ്? ഒരേ അർത്ഥമാണ് അല്ലേ വരുന്നത്. അതായത് നേരിട്ട് പങ്കാളികളാകുക, പ്രത്യക്ഷമായിട്ട് പങ്കാളികളാക്കുക. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത് അല്ലേ. കുറേ ജനസംഖ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ നടക്കില്ല. കുറഞ്ഞ ജനസംഖ്യയാണ്, അതുപോലെ തന്നെ കുറഞ്ഞ വിസ്തൃതിയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് പ്രത്യക്ഷ ജനാധിപത്യം നടക്കുന്നത്. ഇനി നമ്മുടെ കേരള നിയമസഭയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാം. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ എന്ന് പറയുന്നത്. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം എന്ന് പറയുന്നുണ്ട്. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിച്ചതെന്നാണ്? 1888 അല്ലേ. 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, അതെല്ലാവർക്കും അറിയായിരിക്കും. ശ്രീമൂലം പ്രജാസഭ സ്ഥാപിതമായതെന്നാണ്? 1904 49 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ. തിരുക്കൊച്ചി സംയോജിച്ച് നടക്കുന്നതെന്നാണ്? 1949 ജൂലൈ 1. അപ്പോൾ അന്ന് തന്നെയാണ് തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ 1949 എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കേരള നിയമസഭ വരുന്നതിന് കാരണമായിട്ട് കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എവിടേക്കാണ്? ഓരോ ഇതിൽ ഉണ്ടായിട്ടുള്ളത് നോക്കുകയാണ്. തിരുവിതാംകൂറിലാണെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1988 904 കൊച്ചിയിലാണെങ്കിൽ എന്താണ്? ശ്രീമൂലം പ്രജാസഭയാണ്. 49 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ സ്ഥാപിതമായിട്ടുണ്ട്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം എന്നായിരുന്നു? 1957 ഏപ്രിൽ 27 ഓക്കെ. 1957 ഏപ്രിൽ 27 എന്ത് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. അത് കാരണമാണ് എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ എന്നാണ് നിയമസഭാ ദിനം? ഏപ്രിൽ 27 നിയമസഭാ ദിനം. എന്ന് തൊട്ടാണ് ആചരിക്കാൻ തുടങ്ങിയത്? 1957 ഏപ്രിൽ 27 ആദ്യത്തെ സമ്മേളനം നടന്നത്. അത് കാരണം ഏപ്രിൽ 27 നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഒക്കെയാണല്ലോ. എന്താണ് കേരള നിയമസഭ എന്ന് പറയുന്നത്? കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ്. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം.
1788 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, 949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. കേരള സഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27 എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഗ്രാമസഭകളിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകുമ്പോൾ നിയമസഭയിൽ നമ്മുടെ പ്രതിനിധികളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് അല്ലേ. ഗ്രാമസഭകളിൽ നമുക്ക് നേരിട്ട് വോട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ നിയമസഭയിൽ എന്ത് ചെയ്യണം? നമ്മൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളായിരിക്കില്ലേ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, ഗ്രാമസഭകളിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകുമ്പോൾ നിയമസഭയിൽ നമ്മുടെ പ്രതിനിധികളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ് പറഞ്ഞു വരുന്നത് ഇവിടെ? മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്താണ്? പരോക്ഷ ജനാധിപത്യം. എന്താണ് പരോക്ഷ ജനാധിപത്യം എന്ന് വെച്ചാൽ എന്താണ്? പ്രാതിനിധ്യ ജനാധിപത്യം അല്ലെങ്കിൽ പരോക്ഷ ജനാധിപത്യം എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് അല്ലേ. പ്രത്യക്ഷത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് പരോക്ഷം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. പ്രാതിനിധ്യം എന്ന് പറയുന്നത് പ്രതിനിധികളുണ്ട് അല്ലേ. അപ്പോൾ പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം. ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിലാണ് പ്രാതിനിധ്യ ജനാധിപത്യം. നമ്മൾ പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പറഞ്ഞു ചെറിയ ജനസംഖ്യ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താ പറഞ്ഞത്? ചെറിയ ഭൂവിസ്തൃതി ആയിരിക്കണമെന്നും പറഞ്ഞു അല്ലേ. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. എന്നാൽ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏതായിരുന്നു? അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയിലും ഇന്ത്യയിലും ജനാധിപത്യ ഭരണമാണ് നടക്കുന്നത്. എന്നാൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് ചോദിച്ചാൽ എന്താണ്? ഇന്ത്യയാണ്. ഓക്കെ. ഇനി ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ നോക്കാം. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം എന്ന് പറയുന്നുണ്ട്. ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ്, ഗവൺമെൻറ്റിൻ്റെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. ഓക്കെ, പ്രതിപക്ഷം പറയുന്നുണ്ട്. ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താമാധ്യമങ്ങൾ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. അപ്പോൾ എന്തൊക്കെയാണ് ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്? ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. സ്വാതന്ത്ര്യവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ്, ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച, ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. അപ്പോൾ എത്രയെണ്ണം പറഞ്ഞു? 6 പറഞ്ഞു. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? നിയമവാഴ്ച പറഞ്ഞു, നീതിന്യായ വ്യവസ്ഥ, അതുപോലെ തന്നെ തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച, വാർത്താമാധ്യമങ്ങളുടെ സഹായം, പ്രതിപക്ഷമുണ്ട്, അതുപോലെ തന്നെ നല്ല തെരഞ്ഞെടുപ്പ്, നീതിപൂർവമായ തെരഞ്ഞെടുപ്പ്, പിന്നെ ജനങ്ങൾക്കാണ് പരമമായ അധികാരം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് നോക്കിയേ. ബാലറ്റ് പേപ്പർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമ്മൾ വിരലിൽ പരട്ടില്ലേ, അതുപോലെ തന്നെ നമുക്ക് വോട്ടിംഗ് ചെയ്യാനുള്ള മെഷീൻ ഉണ്ട്. അങ്ങനെ കുറേ സഹായങ്ങളുണ്ട് അല്ലേ, നമ്മൾ ചെയ്യുന്നതിന് വേണ്ടി കുറേ ഉപകരണങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് വെച്ചാൽ എന്താണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് വെച്ചാൽ യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ടാവരുത്? വിവേചനങ്ങളില്ലാതെ എല്ലാവർക്കും വോട്ട് ചെയ്യാനായിട്ട് പറ്റണം. പക്ഷേ 18 വയസ്സ് കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് വോട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിൻ്റെ പ്രായം എത്രയായിരുന്നു? 21 വയസ്സായിരുന്നു. 1989 വരെ 21 വയസ്സായിരുന്നു. പിന്നീട് അത് 18, അതിനുശേഷം 18 ആക്കി കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് വെച്ചാൽ എല്ലാവർക്കും വോട്ട് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ ആണല്ലോ.
ഇനി തെരഞ്ഞെടുപ്പിന് വിവിധ ഘട്ടങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യും? ഇലക്ഷൻ നടത്തുമ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യും? തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കില്ല. ആദ്യം തന്നെ ഉദ്യോഗസ്ഥരെ നിയമിക്കണം. അതിനുശേഷം ഉദ്യോഗസ്ഥരെ നിയമിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യണം? ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കണം. അപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇത് നന്നായിട്ട് പഠിക്കാട്ടെ. അത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ക്രമമായിട്ട് കൊടുത്തിട്ട് ഇതിലേതാണ് ആരോഹണ ക്രമത്തിൽ നോക്കിയിട്ട് പറയാം, അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ നോക്കിയിട്ട് പറയാം, ആദ്യം നടന്നത് എപ്പോഴാണെന്ന് പറയാം. അങ്ങനെ പല ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാം. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ആദ്യം ഉദ്യോഗസ്ഥരെ നിയമിക്കണം, പിന്നെ വിജ്ഞാപനം പുറപ്പെടുവിക്കും, പിന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും, എന്നിട്ട് ആ പത്രം നന്നായിട്ട് ഒരു സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും, സൂക്ഷ്മമായ പരിശോധന. അങ്ങനെ ആ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് നമുക്ക് നാമനിർദ്ദേശ പത്രിക ഒന്നും ഇല്ല, നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. ആറാമത് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി. പിന്നെ 7 വോട്ടെടുപ്പ്, പിന്നെ ഫലപ്രഖ്യാപനം അല്ലേ? വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഓക്കെ, അപ്പോൾ എന്താണ്? തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, തെരഞ്ഞെടുപ്പ് പ്രചരണം, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും എന്നിവയ്ക്കാണ് തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നമുക്കടുത്ത് നോക്കാം. ഇനി എന്തിനാണ് തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത്? അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങളാണ് അവിടെ പറയുന്നത്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണ്? തെരഞ്ഞെടുപ്പുകളിലെ എന്തിൻ്റെ ആവശ്യമാണ്, എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതെന്നാണ് പറയുന്നത്. ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങളാണ്. ഗവൺമെൻറ് രൂപീകരിച്ചു അല്ലേ? ആദ്യം തന്നെ ഗവൺമെൻറ് രൂപീകരിച്ചു. പിന്നെ ഗവൺമെൻറ് രൂപീകരിച്ചതിന് ശേഷം എല്ലാവർക്കും പ്രാതിനിധ്യം നൽകി അല്ലേ? ഗവൺമെൻറ് രൂപീകരിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും പ്രാതിനിധ്യം നൽകി. പിന്നെ ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു. ഭരണകർത്താക്കൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങളിൽ കൂടി അവരെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു. വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. അതൊക്കെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് എന്താണ് ഇവിടെ പറയുന്നത്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ടാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും. അപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടക്കുന്നത് എവിടേക്കൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും, പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല എന്ന് പറയുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും, പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവകളിലേക്കും സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല. 3 അംഗങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ രാഷ്ട്രപതിയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എല്ലാവരും നിയമിക്കുന്നത്. 3 അംഗങ്ങളാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്ര പേരുണ്ടായിരിക്കും? 3 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. അത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരും നിയമിക്കുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെയാണല്ലോ? എന്താണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ജനാധിപത്യം ജീവിതക്രമം എന്ന് പറഞ്ഞിട്ട് നൽകിയിട്ടുണ്ട്. ഒരു വീട്ടിൽ കുറച്ച് പേര് സംസാരിക്കുകയാണ്, എല്ലാവർക്കും അഭിപ്രായമുണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ജനാധിപത്യം കുടുംബത്തിൽ പ്രായോഗികമാകുന്നത്. വിദ്യാലയത്തിലാണെന്നുണ്ടെങ്കിലോ ഇതുപോലെ തന്നെ ഒരു ടൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായം ചോദിക്കണം. ഒരാൾ മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല? ജനാധിപത്യം ഇല്ല. ഇനി ജനാധിപത്യം പൊതുയിടങ്ങളിൽ എന്ന് പറയുന്നുണ്ട്. പൊതുയിടങ്ങളിൽ നമ്മളിപ്പോൾ വണ്ടിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഉറക്കനെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് വിഷയമാകില്ലേ? അപ്പോൾ അത് ജനാധിപത്യമാണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം? റോഡ് ക്രോസ് ചെയ്യാം. ഒരുമിച്ച് എല്ലാവർക്കും റോഡ് ക്രോസ് ചെയ്യാം സീബ്ര ലൈനിൽ കൂടെ. അത് ജനാധിപത്യമാണ്. വേസ്റ്റ് ബിന്നൊക്കെ വലിച്ചെറിയുന്നതാണ് ജനാധിപത്യമല്ല അല്ലേ? എല്ലാവരുടെയും ഇത് പാലിക്കണം. വേസ്റ്റ് ബിന്നിൽ ഇടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ.